പ്രൈസ് ദി ലോർഡ് എവരിവൺ. ഇന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ദൈവം എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവം സംസാരിക്കും എന്ന് ജോബ് 33 പറയുന്നുണ്ട്. പലപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല, ദൈവം അങ്ങനെയൊന്നും സംസാരിക്കില്ല, ദൈവം സംസാരിക്കുന്നത് എങ്ങനെ കേൾക്കാൻ പറ്റും, പലർക്കും അത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ ജോബ് 33 പറയുന്നുണ്ട് ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന്. ആക്ച്വലി ദൈവം നമ്മളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളാണ് ദൈവത്തിൻ്റെ ശബ്ദം പലപ്പോഴും കേൾക്കാത്തത്. ജോബ് ചാപ്റ്റർ 33 14 and 16 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാനും. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. അപ്പം ദൈവം പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളാണത് കേൾക്കാത്തത്. ദൈവം ഒരു വിഷനിലൂടെ, ചിലപ്പോൾ ഡ്രീംസിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ചെവി ദൈവം തുറക്കുന്നു എന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ക്വയറ്റായിട്ട് റെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ ചെറിയൊരു ശബ്ദം, ചെറിയൊരു സോഫ്റ്റ് വോയിസ് ആയിട്ടായിരിക്കും ദൈവം നമ്മളോട് പലപ്പോഴും സംസാരിക്കുന്നത്. ചിലപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് മറ്റൊരാളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കാം, ചില സിറ്റുവേഷൻസ്, ചില സർക്കംസ്റ്റൻസസിലൂടെ ആയിരിക്കാം ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇങ്ങനെ പല രീതിയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളത് കേൾക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക. ഇനി നമുക്ക് ദൈവം നമ്മളോട് എന്തിനാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ജോബ് ചാപ്റ്റർ 33 verses 17-18 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ അവൻ്റെ ഗർഭത്തിൽ നിന്ന് രക്ഷിക്കുവാനും തന്നെ. അവൻ കുഴിയിൽ നിന്ന് അവൻ്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവൻ്റെ ജീവനെയും കാക്കുന്നു. അപ്പം ദൈവം സംസാരിക്കുന്നത് എന്തിനാ? നമ്മളെ ഒരു തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ, നമുക്കൊരു പശ്ചാത്താപമുള്ളൊരു ഹൃദയം നമുക്ക് തരുവാൻ, നമ്മളെ പാപത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ, തെറ്റായ വഴിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, നമ്മൾ നശിച്ചു പോകാതെ നമ്മളെ രക്ഷിക്കുവാൻ, ഇതിൽ നിന്ന് രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുവാനല്ല, നമ്മളെ രക്ഷിക്കുവാനാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇനി നമ്മളെ ദൈവം എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രക്ഷിക്കുന്നതെന്ന് നോക്കാം. വേഴ്സസ് 24-25 നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാം. അവൻ അവങ്കൽ കൃപ വിചാരിച്ചു, കുഴിയിൽ ഇറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാൻ ഒരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പം ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു മറുവില കണ്ടിരിക്കുന്നു. അപ്പം നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായത് ജീസസ് ക്രൈസ്റ്റാണ്. ഒരു വലിയ പ്രൈസാണ് ജീസസ് നമുക്ക് വേണ്ടി ക്രോസിൽ കയറിയപ്പോൾ പേ ചെയ്തത്. നമ്മുടെ എല്ലാം പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടി, നമ്മുടെ എല്ലാം പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ ഫെയിലിയേഴ്സ് ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ എല്ലാ കുറവുകളും ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ജീസസ് ക്രോസിൽ കയറിയത്. അപ്പോൾ നമുക്കൊരു പുതിയ ജീവിതം തരാനാണ് ജീസസ് നമുക്ക് വേണ്ടി മറുവിലയായത്. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെ രക്ഷിക്കുവാനാണ്, നമ്മളെ തിരിച്ച് നമ്മുടെ പാപമല്ലാത്ത ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നത്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളെ കറക്റ്റ് ചെയ്യാനാണ്, നിങ്ങളെ വാൺ ചെയ്യാനാണ്, നിങ്ങളെ ഗൈഡ് ചെയ്യാനാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നീ എൻ്റെ ചെവിയെ തുറക്കണമേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനോട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ. ഒരു പശ്ചാത്താപമുള്ളൊരു ഹൃദയം നീ എനിക്ക് വേണ്ടി തരണമേ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുവാനും എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു എവരിവൺ.